ദേണ്ട കണ്ട നല്ല അസല് കല്യാണ ബിരിയാണി. ഇത്ര ചോറ് കൊടുക്കോ? ഒരാൾക്ക് വയറ് നിറച്ച ചേട്ടാ ബിരിയാണി കുത്തിക്കോരി വിളമ്പി വിടണത്. ചെറിയ പീസ് ആണെങ്കിൽ 3 പീസ്, വലുതാണെങ്കിൽ വലിയ 2 പീസ്. അപ്പൊ അത്രയും ചോറും കാണും അല്ലേ? കഴിക്കുന്നവരുടെ വയറും മനസ്സും നിറയണമല്ലോ. വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയാതെ അമ്മയും മകളും ഒരുമിച്ച് തുടങ്ങിയ സംരംഭമാണ്. നമസ്കാരം. നല്ല കിടിലൻ കല്യാണ ബിരിയാണി വാങ്ങിച്ചു തരട്ടെ. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നതേ, ഞാൻ കായംകുളത്തൂന്ന് ചെട്ടുകുളങ്ങര റൂട്ടിൽ ഇങ്ങനെ കറങ്ങുമായിരുന്നു. നമ്മൾ കല്യാണ ബിരിയാണികളുടെ ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. ഇതേ അടുത്ത ഒരു സ്പോട്ട് കൂടി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് പരിചയപ്പെടാം. ആതിരയും അമ്മയും കൂടെ ഉള്ള കച്ചവടം അല്ലേ? എത്ര നാളായിട്ട് തുടങ്ങി കച്ചവടം? 1.5 മാസമായി. എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഒരു 11 മണിയൊക്കെ ആകുമ്പോ ഇവിടെ വരും. 11 മണിയാകുമ്പോ വരും. കഴിഞ്ഞിട്ട് പോകുമ്പോ ഏകദേശം 2:30-3 മണിയിലെ, ചിലപ്പോ 1 മണിയൊക്കെ ആകുമ്പോഴേ തീരും, ചിലപ്പോ 2 മണി 3 മണിക്കുള്ളിൽ തീരും. ഈ മോളും ഒപ്പം ഉണ്ടാവും അല്ലേ കച്ചവടത്തിന്? മോളുടെ പേരെന്തുവാ? ആർദ്രമോള്. ആ പേര് പറഞ്ഞോട്ടോ, ആർദ്രമോൾ എന്നാണ് പേര്. അപ്പം ഇവരെല്ലാരും കൂടെ ഉള്ള ഒരു കച്ചവടമാണ്. ബിരിയാണിക്ക് എത്ര രൂപയാണ്? 130 രൂപ. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമായിരുന്നു? എങ്ങനെയാണ്? ചുമ്മാ വീട്ടിൽ ചുമ്മാ ഇരുന്നതുകൊണ്ടൊന്ന് തുടങ്ങിയതാ. നാട്ടുകാരൊക്കെ സ്വീകരിച്ചു അല്ലേ? ഇവിടെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇത് ചെറുകുളങ്ങര ചെറുകര ജംഗ്ഷൻ. നമുക്കൊരു കുഞ്ഞു കടയുണ്ടല്ലേ? ഇതാണ് ആ കട കേട്ടോ. ഈ കടയില് ഗൗരീസ് കല്യാണ ബിരിയാണി എന്നാ പേരല്ലേ? ഇവിടെ ഒരു കല്യാണ ബിരിയാണി എന്നൊക്കെ ഉള്ള ബോർഡുണ്ട്. അപ്പൊ നല്ല അടിപൊളി കിടിലൻ കല്യാണ ബിരിയാണിയാണ്. അപ്പൊ ഒരാൾക്ക് കൊടുക്കുന്നെന്ന് പറയുമ്പോൾ അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കുറച്ച് നിറച്ചിവിടെ വെക്കും അല്ലേ? ഇതാണ് നമ്മുടെ ഒരു ബിരിയാണിയെ. ഒരു കണ്ടെയ്നറിൽ, ഒരു വലിയ കണ്ടെയ്നറിലുള്ള ബിരിയാണിയാണ്. ഇതിനകത്ത് അച്ചാറും സലാഡും ഒക്കെ ഉണ്ട്. സലാഡ് സെപ്പറേറ്റ്. അമ്മ പറയുന്നത് സലാഡ് സെപ്പറേറ്റ് ആണെന്ന്. അതാണ് സലാഡ് അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ എത്ര മണിയാവും? 3 മണി 3:30-4 മണിയൊക്കെ ആവും. ഇതെല്ലാം കഴുകിയിട്ടൊക്കെ പോകുമ്പോ 4 മണിയൊക്കെ ആവും. സാധനം ചില ദിവസങ്ങളിൽ പെട്ടെന്ന് തീരും തോന്നുന്നു അല്ലേ? പെട്ടെന്ന് തീരും. കാര്യമായിട്ടാണ് ബിരിയാണി കൊടുക്കുന്നത്. ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുമോ? 2 പേർക്ക് വയറ് നിറച്ച്, ഒരാൾക്ക് അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാം. ഒരാൾക്ക് അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാം അല്ലേ? 2 വലിയ പീസൊക്കെ വെക്കുന്നുണ്ടല്ലേ? 2 അല്ല 3 പീസ് വെച്ചു. അത് ഞാൻ യൂട്യൂബർ ആയതുകൊണ്ടാണോ വെച്ചത്? അല്ല, ചെറിയ പീസ് ആണെങ്കിൽ 3 പീസ്, വലുതാണെങ്കിൽ വലിയ 2 പീസ്. അപ്പൊ അത്രയും ചോറും കാണും അല്ലേ? ഇതാണ് ഒരാൾക്കുള്ള ബിരിയാണി. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ചെറുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ചെറുകരയിലൂടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അമ്മയും മകളും കൂടെ ഉള്ള കച്ചവടമാണ്. ഒരു കുഞ്ഞു കടയുണ്ട്. അതെന്തോ കടയിൽ എന്തൊക്കെയാ സാധനങ്ങൾ? സർവത്തും നാരങ്ങ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു മോള് നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇവരെല്ലാരും കൂടെ ഉള്ള കച്ചവടമാണ്. ഇതാണ് ബിരിയാണി. ബിരിയാണിക്ക് 130 രൂപയാണ്. അത്യാവശ്യം ഈ ഒരു കണ്ടെയ്നറിൽ അത്യാവശ്യം 1 അല്ല 1.5-2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾക്കൊരു 3 ബിരിയാണി